സിറിയയിൽ ആസാദ് ഭരണത്തിന് ശേഷം ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 6 ക്രൈസ്തവ ദേവാലയങ്ങളാണ് സിറിയയിൽ അഗ്നിക്കിരയാക്കപ്പെട്ടത്. കൂടാതെ 250ഓളം കുടുംബങ്ങൾക്ക് തങ്ങളുടെ സ്വഭവനം വിട്ട് മാറി താമസിക്കേണ്ടിയും വന്നിരിക്കുന്നു. മേൽക്കൈറ്റ് ഗ്രീക്ക് കാത്തോലിക് ചർച്ച് ബിഷപ്പായി സേവനം ചെയ്യുന്ന ബിഷപ്പ് ടോണി ബൗട്രോസ് സിറിയൻ ഗവൺമെന്റിന്റെ ന്യൂനപക്ഷങ്ങളോടും ക്രൈസ്തവരോടുമുള്ള അവഗണനയും ചുമതലാബോധമില്ലാത്ത പെരുമാറ്റത്തെക്കുറിച്ചും വിമർശിച്ചിരുന്നു. ചരിത്രരേഖകൾ നോക്കുകയാണെങ്കിൽ സിറിയയിൽ ആഭ്യന്തര കലാപം മൂലം ക്രൈസ്തവരുടെ എണ്ണത്തിൽ വളരെ കുറവ് വന്നിട്ടുണ്ട്. 2011 മുതലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരിക്കൽ 17 ലക്ഷം ക്രൈസ്തവരുണ്ടായിരുന്ന സിറിയയിൽ ഇന്ന് വെറും 3 ലക്ഷം ക്രൈസ്തവരേ ഉള്ളൂ എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു. ഏകദേശം 700 ആശ്രമങ്ങളും ദേവാലയങ്ങളും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. 1000ഓളം കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോക്കലും നിർബന്ധിത മതമാറ്റങ്ങളും പ്രത്യേകിച്ച് 2014 മുതൽ 2017 വരെയുള്ള ഐസിസിന്റെ അധിനിവേശ സമയത്തും നടന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണത്തിൽ ഏകദേശം 60 ലക്ഷം സിറിയക്കാരാണ് പല സ്ഥലങ്ങളിലേക്കായി മാറിപ്പോയത്. അതുകൊണ്ട് തന്നെ സിറിയയിലെ ഭരണകൂടം ഗൗരവമായി ഈ കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് എടുത്തില്ലെങ്കിൽ സിറിയയിലെ പ്രാചീന ക്രൈസ്തവരുടെ പാരമ്പര്യങ്ങളും ഇപ്പോഴുള്ള ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ സ്മരണകൾ പോലും അവശേഷിക്കുകയില്ലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.